ഞങ്ങൾ ഇന്ന് അലക്സ് പാനിക്കുളത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ട്രിപ്പിങ്ങിനായിട്ട് ജർമ്മൻ എന്ന് പറയുന്ന ലൈജുവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ കിടന്നുറങ്ങുന്ന അലക്സിനെയാണ് ആദ്യം കണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അലക്സിൻ്റെ ജാതിക്കാത്തോട്ടം കാണാൻ പോയി. അത് കഴിഞ്ഞ് അലക്സിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു അടിപൊളി കുളം കാണാം. ഞങ്ങൾ ആണുങ്ങൾ മുൻമേൽ നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുമായി സല്ലപിച്ചു വരുന്ന ജർമ്മനെ കാണാം. ഷാർജ് അജ്മാനിൽ അദ്ദേഹം എന്തായിരുന്നു അതുതന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നീ പോണല്ല, നീ നിക്കണില്ല. നീ അപ്പൊ മറ്റേ ഇത് കഴിഞ്ഞു എല്ലായിടത്തോട്ടാ. ഇതാ 100 അടി താഴ്ചയുണ്ട്. ആ 100 അടി താഴ്ച അത്രയും തന്നെ മേലേക്ക് ഉണ്ടായതാ വെള്ളം. ഞങ്ങൾ അവിടെ നിന്ന് ചൂണ്ടിടാറ്. എടാ ഇതെത്തിണ്ടാ മെയിൻടാ അന്ന് ചേരട്ടത് അത് വല്ലവരും വളർത്തുണ്ടാ. കട്ട്ലേക്ക് ഉണ്ട്, 15-20 കട്ട്ലുണ്ട്. നമ്മൾ പിടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതങ്ങനെ അറ്റം വരെ ഉണ്ട്. നമ്മളന്ന് പോയത് വഴിയാണോടാ പള്ളിയിലോട്ട്? ഇവിടെ കലങ്കരിച്ചോ? എല്ലാം കുറയോന്നൊക്കെയായിരുന്നു 15 കിലോ. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. കൂട്ടത്തിൽ അലക്സിൻ്റെ തള്ളലുകളും കേൾക്കാം. അത് കേട്ട് ചിരിക്കുന്ന ജർമ്മൻ്റെ ചിരികളിടയിൽ കേൾക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അലക്സിൻ്റെ വക ഒരു ജാക്ക് ഡാനിയൽ എടുത്തു വെച്ചു. പിന്നെ അലക്സിൻ്റെ കൂട്ടുകാരൻ പൗളിച്ചേട്ടൻ വന്നു. അത് കഴിഞ്ഞ് അലക്സിൻ്റെ വക ഒരു അടിപൊളി ചിക്കൻ കിട്ടി. എല്ലാം കഴിച്ച് ഞങ്ങൾ സന്തുഷ്ടരായി ഇറങ്ങി. ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അങ്കമാലിക്കുളത്തിൻ്റെ ഭവനം. വെള്ളം വരും അവിടെ ഫ്രണ്ടിൽ നിൽക്കണല്ലേ?